സർ നമസ്കാരം. നമസ്കാരം. ഒരുപാട് ആൾക്കാർക്കുള്ള ഒരു ഡൗട്ടാണ്. ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഏത് ഹോസ്പിറ്റലിലേക്ക് പോകണം, എവിടെ പോയാൽ ജീവൻ രക്ഷിക്കാൻ പറ്റുന്നൊക്കെ. അതിനെക്കുറിച്ച് സാറിന് എന്താ അഭിപ്രായം? എമർജൻസി വരുമ്പം എമർജൻസി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റൽ അവിടേക്ക് വേണം ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. പക്ഷെ അതിനൊരു എതിരഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അടുത്ത് അങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഫെസിലിറ്റി കാണണമെന്നില്ല. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് തൊട്ടടുത്തുള്ള ഏത് ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലും നമുക്ക് സമീപിക്കാവുന്നതാണ്. പക്ഷെ അവിടുന്ന് നമുക്ക് ഏറ്റവും അടുത്തുള്ള എമർജൻസി കെയർ കൊടുക്കുന്ന ഫെസിലിറ്റി ഉള്ള സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള സംവിധാനം കൂടെ ആ സമയത്ത് നമുക്ക് സംഘടിപ്പിക്കാനുള്ള ഒരു അവസരമുണ്ട്. അതായത് നമുക്ക് പെട്ടെന്ന് ഒരു ഉദാഹരണം വെച്ച് പറയാൻ മനസ്സിലാവും. ഇപ്പം നമുക്ക് നെഞ്ചി വേദന വന്നു, നമുക്കറിയാവുന്ന ഒരാൾക്ക്. അപ്പോൾ ആ നെഞ്ചി വേദന അത് ഹാർട്ടിൻ്റെ വേദനയാണോ എന്നറിയേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ഒരു കാർഡിയോളജിസ്റ്റിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കാർഡിയോളജിസ്റ്റിന് അടുത്ത് തന്നെ പോകണം നിർബന്ധമൊന്നുമില്ല. അതിൻ്റെ കാര്യമില്ല. പലപ്പോഴും അങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഒരുപാട് സമയം വൈകാനും കൃത്യസമയത്ത് എത്താൻ പറ്റാതെ വരികയും അപകടം സംഭവിക്കുകയും ചെയ്യാം. അപ്പം നമ്മൾ ചെയ്യേണ്ടത് തൊട്ടടുത്തുള്ള ഏറ്റവും അടുത്തുള്ള ഹെൽത്ത് ഫെസിലിറ്റി മതി നെഞ്ചുവേദനയ്ക്ക്. അവിടെ വേണ്ടത് അവിടെ ഒരു ഡോക്ടർ ഉണ്ടായിരിക്കണം, പ്ലസ് അവിടെ ഒരു ECG മെഷീൻ ഉണ്ടായിരിക്കും. അപ്പോൾ ECG എടുത്തിട്ട് ഡോക്ടറിന് പറയാൻ പറ്റും ഇത് പോകേണ്ട കേസാണോ അതോ ഹാർട്ടിൻ്റെ അല്ല, ഇത് സാധാരണ ഒരു മസിൽ പെയിൻ ആണ് എന്ന് പറയാൻ പറ്റും. ഇനിയും അങ്ങനെ പറഞ്ഞ് ഇത് ഈസിയിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ നിന്ന് തന്നെ കൊടുക്കാവുന്ന കുറച്ച് മിനിമം മെഡിസിൻസ് ഉണ്ടാവും. ആ കെയറൊക്കെ അവിടെ നിന്ന് കിട്ടും. അപ്പോഴത്തേക്ക് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ചിലപ്പോൾ കാറിലോ അല്ലെങ്കിൽ മറ്റു ചില വാഹനങ്ങളിലോ ഒക്കെ ആയിരിക്കും, ചിലപ്പോൾ നമ്മുടെ സ്വന്തം വെഹിക്കിളിലൊക്കെ ആയിരിക്കും വന്നേക്കുന്നത്. അത് മാറ്റേണ്ട സമയമായി. കാര്യം ഇയാൾക്ക് എന്തായാലും ഒരു കാർഡിയാക് ഇഷ്യൂ ഉണ്ട് എന്നും ഇത് പരിശോധിക്കേണ്ടതാണ്, എമർജൻസി ആണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇനിയും ഷിഫ്റ്റ് ചെയ്യുന്ന വെഹിക്കിൾ എന്ന് പറയുന്നത് കുറഞ്ഞ പക്ഷം ഒരു ആംബുലൻസ്. കുറഞ്ഞ പക്ഷം എന്ന് വെച്ചാൽ ആംബുലൻസ് പലതരത്തിലുണ്ട്. ICU ആംബുലൻസ് ഉണ്ട്, D ലെവൽ എന്ന് പറയും. അത് തന്നെ C ലെവലുണ്ട്, B ലെവലുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് കിട്ടുന്ന ആംബുലൻസ് അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ B ലെവലാണ്. മറ്റേ D ലെവൽ പെട്ടെന്ന് കിട്ടണമെന്നില്ല. അപ്പം D ലെവലിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ വെയിറ്റ് ചെയ്യാൻ മറ്റ് ഫെസിലിറ്റികളൊന്നും ഇല്ലെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ ഡോക്ടർ പറയണം D ലെവൽ മതി, ബാക്കി എല്ലാ മരുന്നുകളും ഞാനിവിടെ ചെയ്തോളാം, സേഫ് ആക്കിയിട്ടേ വിടാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി ഉള്ളിടത്താണെങ്കിൽ കുഴപ്പമില്ല, D ലെവൽ തന്നെ വേണം. പക്ഷേ അല്ലാത്ത പക്ഷം നമുക്കൊരു B ലെവലിൽ മതി. പക്ഷേ നമ്മളൊരു 10-20 മിനിറ്റിനുള്ളിൽ എത്താൻ പറ്റുന്ന ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി ഉണ്ടോ എന്ന് അന്വേഷിക്കണം. കാര്യം അടിയന്തരമായിട്ട് പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട് അയാൾക്ക്. അത് ചെയ്യാൻ പറ്റിയ ഒരു ഫെസിലിറ്റി ഉള്ളിടത്തേക്ക് ഈ B ലെവൽ ആംബുലൻസിൽ ഷിഫ്റ്റ് ചെയ്യുക. ഇനി B ലെവൽ ഡിലേ ആണെന്നിരിക്കട്ടെ, നിങ്ങൾ വെറുതെ സമയം കളയരുത്. B ലെവലിന് വേണ്ടിയിട്ട് നമ്മുടെ സാധാരണ വെഹിക്കിൾ തന്നെ നമ്മുടെ റിസ്ക് എടുത്ത് പോകുക എന്നുള്ളതാണ്, ടൈം കളയാതെ. ഒരു 20 മിനിറ്റ് മതിയല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ നമുക്ക് BLS ഒക്കെ അറിയാം, ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ BLS സപ്പോർട്ടൊക്കെ ഉപയോഗിച്ച് ഇയാളെ നമുക്ക് കാറിൽ കൊണ്ടുപോകാം, എന്തെങ്കിലും വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതിലോട്ട് വരാം. അപ്പം ശരിക്കും B ലെവലിൽ കിട്ടുന്നെങ്കിൽ B ലെവലിൽ കൊണ്ടുവന്നു, അല്ലെങ്കിൽ നമ്മുടെ വെഹിക്കിൾ തന്നെ ഏറ്റവും അടുത്തുള്ള ഫെസിലിറ്റി 20 മിനിറ്റ്. അപ്പം അങ്ങനെ കൊണ്ടുപോയിട്ട് അവിടെ ചെല്ലുന്നു. അവിടെയും കാർഡിയോളജിസ്റ്റ് വേണമെന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എമർജൻസി കെയർ കൊടുക്കുന്ന ഫെസിലിറ്റി ഉള്ള ഒരു എമർജൻസി ഫിസിഷ്യനൊക്കെ ഉള്ള ഒരു സ്ഥലം മതി, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റ് ഉള്ള, ഇൻറ്റൻസീവ് കെയർ സ്പെഷ്യലിസ്റ്റ് ഉള്ള ഒരാൾ മതി. കാര്യം അവരുടെ കയ്യിലേക്ക് ഇദ്ദേഹത്തിന് കിട്ടുമ്പോൾ അവർ ഇയാളുടെ ഹൃദയം അല്ല മറ്റ് വൈറ്റൽ ഓർഗൻസ് പ്രവർത്തനക്ഷമമായി തുടരാൻ വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും വർക്ക് ചെയ്യാൻ അറിയും. അപ്പം ഹാർട്ട് അറ്റാക്ക് ആണ് ഇയാൾക്ക് സംഭവിച്ചതിരിക്കട്ടെ. അപ്പോൾ ഹാർട്ട് അറ്റാക്ക് ആണെന്നുണ്ടെങ്കിൽ ആ ഹാർട്ട് അറ്റാക്കിൻ്റെ കാരണം ഒരു ബ്ലോക്കാണ്. ആ ബ്ലോക്ക് മാറ്റാനുള്ള മരുന്നുകൾ അവിടെ അവൈലബിൾ ആയിരിക്കും. ആ മരുന്ന് കൊടുത്ത് ആളെ സ്റ്റെബിലൈസ് ചെയ്യുന്നു,
പെട്ടെന്ന് ഹാർട്ട് നിൽക്കാനുള്ള സാധ്യത ഉള്ള ആളാണെങ്കിൽ അങ്ങനെ ആ സാധ്യത വരാതിരിക്കാനുള്ള കുറേ മരുന്നുകളുണ്ട്, അത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഹാർട്ടിന് തന്നെ പ്രശ്നമാവണമെന്നില്ല, നെഞ്ചുവേദന മറ്റ് പ്രശ്നമൊക്കെ ആവാം, പൾമണറി എംബോളിസം, ന്യൂമോതൊറാക്സ് ഒക്കെ ആവാം, അയോട്ടിക് അന്യൂറിസം, ഡിസെക്റ്റിംഗ് അയോട്ടിക് ഡിസെക്ഷൻ ഒക്കെ ആവാം. അപ്പോൾ ഈ അസുഖങ്ങളൊക്കെ നമുക്ക് ഒന്നാമത്തെ കാര്യം ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ECG മാത്രം ആയിരിക്കില്ല ചിലപ്പോൾ. അയോട്ടിക് ഡിസെക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ CT സ്കാൻ വേണം. അപ്പോൾ ആ ഫെസിലിറ്റി ഉപയോഗിച്ച് അത് കണ്ടുപിടിക്കുന്നു. ഭയങ്കര നെഞ്ചുവേദനയായിരിക്കും, പക്ഷേ ECG നോർമലാണ്. അപ്പോൾ മറ്റെന്തെങ്കിലും കാര്യമായിരിക്കാം, ചിലപ്പോൾ ന്യൂമോതൊറാക്സ് ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ്, ആ കെയർ കൊടുക്കാൻ ഈ എമർജൻസി ഫിസിഷ്യന് പറ്റും. അവരത് ചെയ്യും. അവർക്ക് ചെയ്യാനായിട്ട് കുറച്ച് സമയമുണ്ട്, അസുഖം കണ്ടുപിടിക്കാനും ചെയ്യാനായിട്ട്. ആ സമയം കൊണ്ട് അവർ ചെയ്ത് ആളെ സ്റ്റെബിലൈസ് ചെയ്യാൻ നോക്കും. അങ്ങനെ സ്റ്റെബിലൈസ് ചെയ്ത ശേഷം നമ്മൾ ഏറ്റവും ഫെസിലിറ്റി ഉള്ള ഒരു ആംബുലൻസ്, അതാണ് D ലെവൽ ആംബുലൻസ്, അത് വെന്റിലേറ്റർ വരെ ഉണ്ടാവും. അപ്പോൾ അതിലൊരു ടെക്നീഷ്യൻ ഉണ്ടാവും, സ്റ്റാഫ് ഉണ്ടാവും. നമുക്ക് എന്തെങ്കിലും ഒരു അപകടം വന്നാൽ അതൊക്കെ മീറ്റ് ചെയ്യാൻ ആ സ്റ്റാഫിന് പറ്റും. അത് വെച്ചിട്ട് നമുക്ക് ഇയാളെ അൾട്ടിമേറ്റ് ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ. ഇനി നമ്മൾ ചിന്തിക്കണം, കാർഡിയോളജിസ്റ്റ്, പൾമണോളജിസ്റ്റ്, ഇൻ്റർവെൻഷണലിസ്റ്റ്, അങ്ങനെ ഒരുപാട് ആൾക്കാർ, സൂപ്പർ സ്പെഷ്യാലിറ്റി ആൾക്കാർ ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റൊക്കെ ഉള്ള സ്ഥലത്തേക്ക് ഇനി ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് പറയാം, ഇനി വണ്ടി പോകാം എന്ന് പറയാം. അങ്ങനെയുള്ള ഫെസിലിറ്റി വെച്ചിട്ട് ഒരാളെ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കാം ലോകോത്തര നിലവാരത്തിൽ ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ശാസ്ത്രീയമായ രീതി. അല്ലാതെ ഷിഫ്റ്റ് ചെയ്യുന്നതൊക്കെ ഇപ്പം നമ്മൾ പ്രൈമറി കെയർ ഫസ്റ്റ് ക്ലിനിക്കിൽ കാണിച്ചു ECG അബ്നോർമലാണ് എന്ന് പറയും. നമ്മൾ കാർഡിയോളജിസ്റ്റ് നമ്മുടെ തിരുവനന്തപുരം അല്ല എറണാകുളത്തുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ പോവുകയാണെങ്കിൽ ഈ എറണാകുളം വരെ എത്താനായിട്ട് നമുക്ക് 3 മണിക്കൂറോളം എടുക്കും കുറഞ്ഞ പക്ഷം. ആ 3 മണിക്കൂറിൽ ഇയാൾക്ക് സംഭവിക്കാനുള്ള എല്ലാം സംഭവിച്ചിട്ടുണ്ടോ? മരണപ്പെടണമെന്ന് മാത്രമൊന്നുമില്ല. മരണം സംഭവിച്ചില്ലെങ്കിൽ തന്നെ ഇയാൾക്ക് വളരെയധികം ഡാമേജ് അയാളുടെ ഹാർട്ടിന് സംഭവിച്ചിരിക്കും. പിന്നെ ആ കാർഡിയോളജിസ്റ്റിനും അത് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം പിന്നെ ചെയ്തിട്ട് കാര്യമില്ല. ആ ഒരു ഗോൾഡൻ പീരീഡ് ഉണ്ട് എല്ലാത്തിനും. ആ ടൈമിന് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്, അത് ചെയ്യും. ഇതാണ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഒരു പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട്. ഞാനൊരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിലെ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ, എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിരുന്നു. അവിടെയൊന്നും ഹോസ്പിറ്റലൊന്നും ഇല്ലേ, അവിടെ നിങ്ങളൊക്കെ അവിടെ ഇല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ വിളിച്ചു. ഞാൻ ചോദിച്ചു എന്താണ് കാര്യം? അല്ല, ഒരു 2-3 മണിക്കൂർ ട്രാവൽ ചെയ്ത് ഷുഗർ കുറഞ്ഞ രോഗിയെയും കൊണ്ട് വളരെ സ്പീഡിൽ സൈറനൊക്കെ ഇട്ട് ഇവിടെ ഒരു രോഗി എത്തിച്ചിട്ടുണ്ട്. ആൾക്ക് ആകെയുള്ള പ്രശ്നം ഷുഗർ കുറഞ്ഞത് മാത്രമേ. ആ ഷുഗർ കുറഞ്ഞ ആ അവസ്ഥയ്ക്ക് 30 രൂപയോളം വരുന്ന ഒരു ചെറിയ ഷുഗറിൻ്റെ ഒരു ട്രിപ്പുണ്ട്. ആ ട്രിപ്പ് ഇട്ടാൽ തീരുന്ന കാര്യം ഉണ്ടായിരുന്നുള്ളൂ. ആ ട്രിപ്പ് അവിടെ ഇട്ടു, മെഡിക്കൽ കോളേജിൽ ഇട്ടു. ഇപ്പോൾ അയാൾ സംസാരിക്കുന്നുണ്ട്, അയാളുടെ ECG നോർമലാണ്, ചെസ്റ്റ് എക്സ്റേ നോർമലാണ്, ബ്ലഡൊക്കെ നോർമലാണ്. അയാളിപ്പോൾ സുഖം പ്രാപിച്ചിരുന്നു. അയാൾ അടുത്ത ദിവസം തന്നെ ഡിസ്ചാർജ് ചെയ്തു. അന്ന് തന്നെ രാത്രിയിലാണ് വന്നത്, വെളുപ്പിനെ രാവിലെ തന്നെ പൊക്കോളായിരുന്നു. അപ്പം അതെന്താ സംഭവിച്ചേ? വളരെ ലാഘവത്തോടെ ചെയ്തൊരു കേസായിട്ട് വേണം അതിനെ പറയാനായിട്ട്. ഞാൻ അറിയാൻ സാധിച്ചത് ഈ പരിസര പ്രദേശത്തുള്ള രാജകുമാരിയിലുള്ള ഏതോ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചു. അതിനുശേഷം അവിടെ ഒരുപാട് ഫെസിലിറ്റി വേണം, വെന്റിലേറ്റർ സംവിധാനമൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ദൂരെയുള്ള ഹോസ്പിറ്റലിൽ പോകണമെന്ന് തന്നെ പറഞ്ഞായിട്ടാണ് ഞാൻ അറിഞ്ഞത്. അവിടേക്ക് തന്നെ പോകണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് ഇവരെ വിട്ട പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അത് ആരാണെന്ന് എനിക്കറിയില്ല, ഡോക്ടറാണോ അതോ ആംബുലൻസിൻ്റെ ഡ്രൈവറാണോ അത് ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. ഈ ആംബുലൻസിൽ പോയി ഇടയ്ക്ക് എനിക്കത് രാജാക്കാട് ഉള്ള ഒരു മറ്റൊരു ആശുപത്രിയിലും ഇത് കയറിയിട്ടുണ്ട്.
പക്ഷെ അവിടെയൊന്നും കാര്യമായിട്ട് ചെയ്തില്ല. എന്നിട്ട് പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. വളരെ വിഷമത്തോടെയും ദേഷ്യത്തോടെയാണ് ആ ഡോക്ടറോട് സംസാരിച്ചത്. നിങ്ങളൊന്നും അവിടെ ഇല്ലേ, നിങ്ങൾ എന്തെടുക്കാന്നൊക്കെയുള്ളത്. സത്യം പറഞ്ഞാൽ ഞാൻ കുറേ നാളായിട്ട് ഇവിടെ ഉള്ള ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു കേസ് ഇവിടെ സംഭവിച്ചാൽ ഞാൻ ലഭ്യനായി മാറുകയാണ് ചെയ്തത്. ഇത്രയും ഫെസിലിറ്റി ഉള്ള ഒരു ഫെസിലിറ്റീസ് ഉണ്ടായിട്ടും അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു എന്താ പറയുക അവസ്ഥ. അതേപോലെ തന്നെ പാമ്പ് കടിയേറ്റ് മരിച്ചൊരു സംഭവം. ആ പാമ്പ് കടി ഏറ്റ് ആ മരിച്ച സംഭവത്തിൻ്റെ കാര്യത്തിലും ഇതുപോലെ തന്നെയാണ്. വളരെ വിഷമമുള്ളൊരു സംഭവമായിപ്പോയത്. അത് വെച്ച് കഴിഞ്ഞാൽ പാമ്പ് കടിച്ചിട്ട് ഇവരാദ്യം ചികിത്സയ്ക്ക് കൊണ്ടുപോകുന്നത് വളരെ അശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു ഹോമിയോ സംവിധാനത്തിൽ. ഹോമിയോയിൽ ഒരു ശാസ്ത്രീയതയില്ല. ഹോമിയോ പല രാജ്യങ്ങളിലും ബാൻ ചെയ്തിരുന്നു. അങ്ങനെയുള്ള ആ ഹോമിയോ സംവിധാനത്തിൽ ചെന്നിട്ട് അവരോട് ചില തുച്ഛമായ കുറച്ച് മരുന്നുകൾ കൊടുത്ത ശേഷം വീട്ടിൽ പോയി ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. വീട്ടിൽ ചെന്ന ശേഷം ഈ സ്ത്രീക്ക് ഭയങ്കരമായ അസ്വസ്ഥയും ശ്വാസം മുട്ടലും വന്നു. എന്നിട്ടും അവർ തൊട്ടടുത്തുള്ള ഫെസിലിറ്റിയുള്ള ഹോസ്പിറ്റലിൽ പോവാതെ ദൂരെയുള്ള മറ്റൊരു സെൻറ്ററിലേക്ക് പോവുകയും അവിടെ എത്തുമ്പോഴേക്കും ഈ പാവം സ്ത്രീ മരിച്ചിട്ടുണ്ട്. ഇത് അതേസമയം ആൻറ്റി സ്നേക്ക് വെനം എന്ന് പറഞ്ഞ മരുന്ന് ഒക്കെ ഉള്ള ഒരു ഹോസ്പിറ്റൽ ഇവിടെ ഉണ്ട്. അല്ല അതിന് പറ്റിയൊരു ടീം ഇവിടെ ഉണ്ട്. അല്ല അതിന് അത്രയും ഫെസിലിറ്റി ഉള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ട് എന്നൊന്നും ചിന്തിക്കാതെ എന്തിനാ ആൾക്കാർ അല്ലെങ്കിൽ വേറെ ആരുടെയും വാക്കേടി പാവം ജനങ്ങളെ പലരുടെയും ആൾക്കാർ പറയുന്നത് കേട്ടായിരിക്കും ഒരു പക്ഷേ ചെയ്യുക. അതാണ് ഒരു വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ബന്ധുവിന് ഒരു അപകടം സംഭവിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ്. നമ്മുടെ തീരുമാനം പെട്ടെന്ന് നമുക്ക് തീരുമാനം വരില്ല. അപ്പം നമ്മൾ ഒരുപാട് പേരുടെ ഒപ്പീനിയൻ ചോദിച്ചേക്കാം. പക്ഷെ ഈ ഒപ്പീനിയൻ പറയുന്ന വ്യക്തിയുണ്ട്, അവർക്ക് ഇവരുമായിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ല, സുഹൃത്തുക്കളായിരിക്കാം, അകന്ന ബന്ധങ്ങളായിരിക്കാം. അവരാണ് പലപ്പോഴും ഈ തെറ്റിദ്ധരിപ്പിച്ചിട്ട് കൊണ്ടുപോവുക. ഇത് അവിടെ കൊണ്ടുപോകണം, ഇവിടെ കൊണ്ടുപോകണം, ഇന്ന ചികിത്സ കൊടുത്താലേ ശരിയാവുള്ളൂ, അതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നൊരു പരിതസ്ഥിതിയാണ് നാട്ടിലുള്ളത്. ഇതാണ് ഏറ്റവും വലിയ അപകടം. നിങ്ങളെ ചികിത്സിക്കുന്ന നിങ്ങളെ ആദ്യം കണ്ട ഡോക്ടർ, അതാരുമാവട്ടെ, ആ ഡോക്ടർ പറയുന്നതിൽ ഒരുപാട് കാര്യമുണ്ട്. അവർ പറയുന്ന പോലെ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആ പ്രാഥമിക ചികിത്സ കിട്ടിയ ശേഷം ഒരു ക്രിട്ടിക്കൽ കെയർ ഫിസിഷ്യൻ്റെ ടച്ചും കൂടെ ഉണ്ടെങ്കിൽ, എന്നിട്ട് അൾട്ടിമേറ്റ് ട്രീറ്റ്മെൻറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും.